അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, നമ്മളിന്ന് ഇൻഷാ അല്ലാഹ് 4-ാമത്തെ ജുസ് പഠിക്കാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിന് മുമ്പായി വളരെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു ക്ലാസ്സിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വളരെ സന്തോഷമാണ്. കാരണം ഖുർആൻ മനസ്സിലാക്കുക, അത് മനസ്സിലാക്കിയ റമളാനിൽ അത് ആസ്വദിച്ച് ഓതുക എന്നുള്ളത് അത് വലിയൊരു തൗഫീഖാണ്. അപ്പം അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഒരുപാട് ആൾക്കാർ, ഒരു 85% ആൾക്കാർ, ശതമാനം പറയുന്നത് കൃത്യമല്ലെങ്കിലും ഏകദേശം അത്ര ഒരു പരമാവധി നല്ലവണ്ണം ആൾക്കാർ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അത് നിങ്ങൾ തുടർന്ന് പോകണം, അത് ഉപയോഗപ്പെടുത്തണമെന്ന് സന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താണ്. രണ്ടാമതായി, ഓഡിയൻസിൽ വന്ന ഒരു വിഷയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അയാളുടെ ഒരു ആശങ്ക പറഞ്ഞതാണ്. അത് ഒരുപാട് പേർക്ക് ഉണ്ടാവാം, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പറഞ്ഞത്, തനിക്ക് മനസ്സിൽ എന്ത് തോന്നുകയാണ്, പിന്നെ എനിക്ക് അള്ളാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കേൾക്കുമ്പോൾ അതൊക്കെ ഒരു കഥയാണ്, അല്ലെങ്കിൽ എനിക്കത് എൻ്റെ മനസ്സത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു വലിയ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്ന് അത് നമ്മൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതായത് നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനെ അള്ളാഹു ഒരിക്കലും നമ്മളതിനെ ശിക്ഷിക്കൂല. നമ്മളത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നാലാണ് പ്രശ്നം. ഓക്കെ, അതിന് പരിഹാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരെ അള്ളാഹു കൂടുതൽ പരീക്ഷിക്കും. നമുക്കറിയാം, പ്രവാചകന്മാരായ ആൾക്കാരെ, മൂസാ നബി, പിന്നെ ഇബ്രാഹിം നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. കാരണം അള്ളാഹു അവരെ നല്ലോണം സ്നേഹിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തികളെ അള്ളാഹു കൂടുതൽ സ്നേഹിക്കും. അല്ലെങ്കിൽ അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ആൾക്കാർ അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുകയാണ്. അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കുകയും നമ്മളെപ്പോഴും ദുആ ചെയ്യണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖൽബി ഇലാ ത്വാഅതിക് എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യണം. എല്ലാ നിസ്കാരം നമ്മൾ ദുആ ചെയ്യണം. കൂടുതൽ നമ്മൾ ഖുർആൻ ഓതണം. അതാണ് വലിയ വിഷയം. എല്ലാത്തിനും ഷിഫ ആണ് ഖുർആൻ. നമ്മൾ കൂടുതൽ ഖുർആൻ ഓതണം. അപ്പം അത് ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മൾക്കൊക്കെ സന്മാർഗം നൽകട്ടെ, ഹിദായത്ത് നൽകട്ടെ, ഇസ്തിഖാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്നാമതായി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ ട്യൂഷൻ അക്കാഡമിക്ക് വേണ്ടിയിട്ട് ഞാൻ അറിയിക്കുകയാണ്. അതായത് പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓൺലൈൻ ട്യൂഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മദ്രസ, സ്കൂള്, പിന്നെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ. അത് മലയാള ലാംഗ്വേജിൽ മാത്രമല്ല എല്ലാ ഭാഷയിലും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ്. അതായത് മലയാളം, ഇംഗ്ലീഷ്, അറബി, ഉറുദു, കന്നഡ, അതുപോലെ ഈ ബാരി, മലാമ, ഇങ്ങനത്തെ ഭാഷകളിലൊക്കെ കുട്ടികൾക്ക് സൗകര്യമാകുന്ന രീതിയിലൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ ആദ്യമായി ഇവിടെ ചർച്ച ചെയ്യുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. അതായത് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ നന്മ അത് പരിപൂർണമാവൂല. എപ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളെടുത്ത് നല്ലൊരു ഡ്രസ്സുണ്ട് എന്ന് വിചാരിക്കുക, നല്ലൊരു വസ്ത്രം. അത് ഒരു ആവശ്യമുള്ള അയാൾ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം നമുക്കത് കൊടുക്കാൻ മനസ്സില്ല, കാരണം നമ്മളത് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. പക്ഷെ നമ്മളത് കൊടുക്കുകയാണ്. കൊടുത്താലേ നമ്മുടെ ഈമാൻ പരിപൂർണമാവൂ, അല്ലെങ്കിൽ നമ്മുടെ നന്മ അതിൻ്റെ പരിപൂർണ കാര്യത്തിലേക്ക് ആകൂ എന്ന്
ഇവിടെ നമ്മുടെ ഖുർആൻ നമ്മളോട് സംസാരിക്കുകയാണ്. ഓക്കെ. പിന്നെ അതിനുശേഷം പരിശുദ്ധ മക്കയെ പറ്റിയിട്ട് നീണ്ട ചർച്ച അവിടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. അങ്ങനെ തുടർന്ന് അവിടെ ഒരുപാട് ആയാത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. പിന്നെ ഈ ഉംറ ഹജ്ജൊക്കെ ചെയ്തവർക്കൊക്കെ അറിയാം, മഖാം ഇബ്രാഹിമുണ്ട്. അവിടെ പ്രവേശിച്ച ഒരാൾക്ക് അയാൾ ആരും ആക്രമിക്കൂല, അവിടെ അയാൾ നിർഭയനാണ്. പിന്നെ അവിടെ എന്താ പറയുക, അങ്ങനെ ഒരാൾക്ക് പിന്നെ സമ്പത്തുണ്ടെങ്കിൽ, അയാൾക്ക് കഴിവുണ്ടെങ്കിൽ, ലോകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാൾക്ക് ഒരു സമ്പത്ത് അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ പോകൽ നിർബന്ധമായ ഒരു സ്ഥലം അത് ഹജ്ജ് എന്നുള്ള ഒരു വിഷയമാണ്. കഅബാലയത്തിലേക്കാണ്. ഒരാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ, അയാൾക്ക് കഴിവൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതിൻ്റെ ഷർത്തുകളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ അയാൾക്ക് ലോകത്തിൽ പോവൽ നിർബന്ധമായ ഒരു സ്ഥലം അത് കഅബ ഷരീഫാണ്. ഹജ്ജ്, ഉംറ, അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവരുത്, വളരെ ഗൗരവത്തിലെടുക്കണം. അടുത്ത ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മൾക്കൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന, നമ്മളത് ഇല്ലാതായി പോകുന്നൊരു വിഷയമാണ് ഐക്യം. അതാണ് ഇവിടെ പറയുന്നത്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി. അങ്ങനെ തുടർന്നിട്ടുള്ള ആ ആയത്ത്. അതായത് നമ്മൾ ഒരിക്കലും ഛിന്ന ഭിന്നമാവരുത്, നമ്മൾ വേറിട്ട് നിൽക്കരുത്, ഐക്യത്തോടെ നിൽക്കണം എന്നുള്ള വലിയ സന്ദേശം. അതിനെ തുടർന്ന് അങ്ങനെ ഇവിടെ പിന്നെ ആയത്ത് പറയുന്നുണ്ട്, വൽതകുൻ ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി, അങ്ങനെയുള്ള ആയത്ത്. അതായത് നമ്മുടെ നന്മയുടെ വഴി വെളിച്ചമാകണം, നന്മയുടെ പിന്നെ താക്കോലുകളാകണം, നന്മയ്ക്ക് വേണ്ടി മിഫ്താഹുൽ ഖൈറാത്ത്, നന്മയുടെ താക്കോലുകളാവണം. നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവരാകണം, തിന്മയ്ക്ക് വേണ്ടിയല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഉമ്മത്തിൻ്റെ, അതായത് നമ്മുടെ ഈ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, നമ്മുടെ ഉമ്മത്തിൽ ഒരു പ്രത്യേകത എന്നുള്ളത്, നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മയെ നമ്മൾ നിരോധിക്കുകയും വേണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഒരാൾ നന്മ ചെയ്യാൻ നമ്മൾ അവരോട് ഈ ഒരു നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ഖുർആൻ വിഷയം, ഇത് ഒരു ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം, അവർ മനസ്സിലാക്കണം എന്നുള്ളത് അതൊരു ഉത്തരവാദിത്തമാണ്. നന്മയെ നമ്മൾ കൽപ്പിക്കണം, അതേസമയം തിന്മയെ നമ്മൾ നിരോധിക്കുകയും വേണം. ഇപ്പോൾ ഒരാൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളോട് പറഞ്ഞില്ലെങ്കിൽ, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും, നമ്മൾ ഉത്തരവാദിയാവും. അത് ശ്രദ്ധിക്കണം, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പം നന്മ നമ്മൾ ചെയ്യാൻ കൽപ്പിക്കുകയും തിന്മ ചെയ്യരുത് എന്ന് പറയുകയും വേണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കും. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ്? നമുക്ക് ഹദീസിലൂടെ കാണാൻ പറ്റും. നമ്മളത് ഈ ഒരു സംഭവം, അതായത് എന്താ പറയുക, ഇംതിസാൽ അവാമിരില്ല വജ്തിനാബ നവാഹി, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ നമ്മളത് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ പ്രാവർത്തികമാക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ വർജിക്കുകയും ചെയ്യുക ഒന്ന്. അതേപോലെ നമ്മളത് മറ്റുള്ളവരോട് നമ്മൾ കൽപ്പിക്കുക, നന്മ ചെയ്യുക, തിന്മ ചെയ്യരുത്. അത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ അള്ളാഹു പരീക്ഷിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് അള്ളാഹു ഒരു അദാബ് നൽകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകും. എന്നിട്ട് നമ്മളിൽ കൂട്ടത്തിൽപ്പെട്ട നല്ല നല്ല മനുഷ്യന്മാർ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, സാദാത്തും, ഇങ്ങനെ നല്ല നല്ല മനുഷ്യന്മാർ ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല. വലിയ അപകടമാണല്ലോ. കാരണം നമ്മൾക്കൊരു പിന്നെ എന്താ പറയുക, ഒരു തുണയായുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷയുള്ളത് അള്ളാഹുവിനോടാണ് പരമമായ പ്രതീക്ഷ. അപ്പം അള്ളാഹു പിന്നെ ആവശ്യങ്ങൾക്ക് അള്ളാഹു മറുപടി നൽകിയില്ലെങ്കിൽ നമ്മൾ പരാജിതരാകും. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ഈ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ, നമ്മൾ നന്മ കൽപ്പിച്ചില്ലെങ്കിൽ, തിന്മ നമ്മൾ നിരോധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ളൊരു പരീക്ഷണം വരും, നമ്മളത് സ്വീകരിക്കപ്പെടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. നമ്മൾ മുൻകഴിഞ്ഞ സമൂഹം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഐക്യത്തോടെ നിൽക്കണം. നമ്മൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മുസ്ലിമീങ്ങളാകുമ്പോൾ ഐക്യത്തോടെ വളരെ സുദൃഢമായി,
വളരെ ആവേശത്തോടു കൂടെ എന്തു ഇസ്ലാമിക പ്രവർത്തനങ്ങൾ വന്നാലും അത് നല്ല ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അതാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം നമ്മൾ നിലനിർത്തണം. അതേസമയം നമ്മൾ ഈ ഇസ്ലാമിക ചരിത്രത്തെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സൽജൂക്കി ചരിത്രം, ഓട്ടോമൻ എംപയർ, അവരുടെ ചരിത്രമൊക്കെ അവരുടെ സാമ്രാജ്യം അല്ലെങ്കിൽ അവരുടെ എംപയർ അത് തകർന്നു പോയത് അവരുടെ ഐക്യം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു, അവരുടെ ക്ലോസ് ഫ്രണ്ടായിട്ട് അവർ കുറച്ച് അമുസ്ലിമീങ്ങളായ ആൾക്കാർ അല്ലെങ്കിൽ അവിശ്വാസികളായ ആൾക്കാർ അവരെ റെഫർ ചെയ്തു അല്ലെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് അവർ ട്രിക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവർ വഞ്ചിക്കപ്പെട്ടു. നമ്മളിപ്പോഴും അതുപോലെ അവർ സാഹചര്യം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമുസ്ലിമീങ്ങളായ ആൾക്കാർ അല്ലെങ്കിൽ വിശ്വാസികളായ ആൾക്കാരെ അല്ലാതെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾക്ക് തിരിച്ചടിയാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ്. അടുത്തത് നമ്മൾക്കൊക്കെ അറിയുന്ന വളരെ പ്രസിദ്ധമായ ഒരു വിഷയമാണ് ബദ്ർ യുദ്ധം. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധം ബദ്ർ യുദ്ധം. വളരെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ അമുസ്ലിം സമൂഹത്തെ ഇളകിമറിച്ച ഒരു യുദ്ധം. കാരണം വളരെ തുച്ഛമായ വളരെ അല്പം ആൾക്കാർ മാത്രം വലിയൊരു സൈന്യത്തെ ആർമഡായിട്ടുള്ള വലിയ പോരാളികളായിട്ടുള്ള സമൂഹത്തെ എതിരിട്ട് അവരെ തോൽപ്പിച്ച ഇസ്ലാമിക യുദ്ധത്തിലെ ആദ്യത്തെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം ബദ്ർ യുദ്ധം. ബദ്രിനെ പറ്റി അള്ളാഹു പറയുന്നു, إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 3000-ഓളം മാലാഖന്മാരെ മുസ്ലിമീങ്ങൾക്ക് ഇറക്കി കൊടുത്ത് സഹായിച്ച് അവർ മുഖേന അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുഅ്മിനീങ്ങളായ സ്വഹാബാക്കൾക്കും വിജയം കൊടുത്തു എന്നുള്ള വിഷയം. അങ്ങനെ അള്ളാഹു അങ്ങനെ അവർക്ക് 3000-ഓളം മാലാഖന്മാരെ അള്ളാഹു ഇറക്കി കൊടുത്തു. അങ്ങനല്ല, 5000-ഓളം ആൾക്കാരെ മാലാഖമാർ ഇറക്കി കൊടുത്തു. അള്ളാഹു ആദ്യം ചോദിക്കുന്നു, അലൻ യക്ഫിയക്കും യുമിദ്ദക്കും റബ്ബുക്കും ബി 3000. 3000-ഓളം മാലാഖമാർ അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന് മതിയാവൂലേ? നിങ്ങൾക്കത് പോരെ? അതല്ല, ഇൻ തസ്ബിറു വ തത്തഖു, നിങ്ങളെ ക്ഷമിക്കുകയും നിങ്ങൾ തഖ്വയോടെ യുദ്ധം പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു ഇതിനേക്കാൾ അധികരിപ്പിച്ച് തരും. 5000 മിനൽ മലായികത്തി മുസവ്വിമീൻ, 5000-ഓളം ആൾക്കാരെ അള്ളാഹു ഇറക്കിത്തരും. അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ ഇന്നലെ ഒരു ചർച്ച ചെയ്തല്ലോ, ഇന്നലെ നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിഅത്തിൻ കസീറ. ചെറിയ സംഘം എത്ര സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ തകർത്തത്. നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ഖൽബ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, അപ്പം അത് അത്രത്തോളം നമുക്ക് ഈമാനികമായിട്ട് നമ്മൾക്ക് മുന്നേറാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അടുത്തതായി പിന്നെ അങ്ങനെ തുടർന്നിട്ടുള്ള അവിടെ ബദ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അതിൻ്റെ അടുത്ത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽ കാലിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളായ ആൾക്കാർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഇവിടെ പറയുന്നത് നമ്മൾ ധരിച്ചൊരു വിഷയമുണ്ട്. നമ്മളെ എന്ന് വെച്ചാൽ നമ്മളെ സഹോദരന്മാരും നമ്മൾക്ക് സമ്പത്തുണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദാനധർമ്മം ചെയ്യണം. സമ്പത്തില്ലെങ്കിൽ നമ്മൾ ദാനധർമ്മം ചെയ്യേണ്ടതില്ല. അങ്ങനെയല്ല. മുഹ്സിനീങ്ങളായ ആൾക്കാർ അവർ സറാ ആണെങ്കിൽ, സറാ എന്ന് പറയുമ്പോൾ നല്ല നല്ല സമ്പത്തുള്ള ഒരു സമയം, ഫിനാൻഷ്യലി ഫിനാൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളൊരു സമയം. അതേസമയം ലറ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള സമയം, സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ. അപ്പോൾ അവിടെ പറയുന്നത് ആ സമയത്തൊക്കെയും ഫിഖൂൻ, അവർ ചെലവഴിക്കും, അവർ സദഖ കൊടുക്കും, അവർ ദാനധർമ്മങ്ങൾ ചെയ്യും, പ്രവർത്തനങ്ങൾ നടത്തും. അപ്പം 2 സമയത്തും കഴിയുന്ന പോലെ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, 1 രൂപയെങ്കിലും അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ചെയ്താൽ അത്
എത്രയോ 10 മടങ്ങ് ഇരട്ടി പ്രതിഫലം കിട്ടും. ഏത് നേരെ മറിച്ച് പിന്നെ 10 കോടി 100 കോടി ഒരാൾ ദാനധർമ്മം ചെയ്തു, പക്ഷേ അയാളുടെ ഉദ്ദേശം ഇൻഫ്ലുവൻസ് ആണ്, ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനമാണ് എന്നെങ്കിൽ അയാൾ നാശത്തിലാണ്, അയാൾ നാളെ വിരൽ കടിക്കേണ്ടി വരും. അതാണ് വിഷയം. അതേപോലെ ദേഷ്യങ്ങളൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരാൾ, പിന്നെ ജനങ്ങൾക്ക് വിട്ടുപുറത്തു കൊടുക്കുന്ന ഒരാൾ, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ നോ പ്രോബ്ലം, പ്രശ്നമല്ല, സോറി, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന മാന്യന്മാരായ ആൾക്കാർ, അവരൊക്കെ മുഹ്സിനീങ്ങളുടെ സ്വഭാവമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത്. അതിനുശേഷം അവിടെ മറ്റൊരു യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഉഹദ് യുദ്ധം, അതിനെപ്പറ്റി വളരെ അവിടെ പറയുന്നുണ്ട്. ഈ നമ്മൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ ബദർ യുദ്ധത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്നുള്ളത് നമ്മൾ എത്രത്തോളം ആൾക്കാരുണ്ട് എന്നുള്ളതല്ല, നമ്മുടെ ഖൽബ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് വിഷയം. ഓക്കെ, അതേപോലെ നമ്മുടെ ഐക്യം വേണം എന്നുള്ളതാണ് വിഷയം. അതിനുശേഷം നമ്മുടെ ഈ റിബയെ പറ്റിയിട്ട് ഒന്നും കൂടി അവിടെ പറയുന്നുണ്ട്. പലിശയെ പറ്റി നമ്മൾ ചർച്ച ചെയ്താണത്. അവിടെ ആവർത്തിച്ച് അവിടെ പിന്നെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഉഹദ് യുദ്ധത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഉഹദ് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വിജയം പരാജയം എന്നുള്ള ഒരു ഡിഫൈൻ ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു യുദ്ധം, അല്ലെങ്കിൽ വലിയ സ്വഹാബാക്കൾക്ക് വലിയ പാഠം കിട്ടിയ ഒരു സാഹചര്യം, സമയം. അതായത് മുസ്ലിമീങ്ങൾ ആദ്യം അവർ വിജയിച്ചു, പിന്നീട് അവർ പരാജയപ്പെട്ടു, പിന്നീട് അവർ വിജയിച്ചു. അങ്ങനെ ഒരു നിർണയിക്കപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. ഞാനിത് പറയാം. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ്. അതായത് യുദ്ധം നടക്കുമ്പോൾ വ്യത്യസ്തമായ ഐഡിയാസുകളൊക്കെ ഉണ്ടാവും. ഇന്ന സ്ഥലത്ത് ഇത്രയാൾ നിൽക്കണം, ഇന്ന സ്ഥലത്ത് ഇത്രയാൾ നിൽക്കണം, ശത്രുക്കൾ വന്നാൽ ഇങ്ങനെ ആക്രമിക്കണം. അതൊക്കെ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജികളാണ്, പ്ലാനുകളാണ്. അതൊക്കെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു പർവ്വതത്തിൻ്റെ, അതായത് ഒരു സൈഡിലുള്ള ഒരു പർവ്വതം, നമുക്കറിയാം ജബൽ റുമാത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല. അതായത് ഞാൻ സംഭവം പറയാം. ആ ഒരു സ്ഥലത്ത് ഏകദേശം 50ഓളം ആൾക്കാരെ നബി തങ്ങൾ അവിടെ ഡിപ്ലോയ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറഞ്ഞു. അവരോടൊരു നിർദ്ദേശം നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് സംഭവിച്ചാലും നിങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങരുത് എന്നാണ്. ഇറങ്ങരുത് ഒരു കാരണവശാലും. അങ്ങനെ അവർ അഗ്രി ചെയ്തു, അവരങ്ങനെ അംഗീകരിച്ചു. അവർ അവിടെ താമസിച്ചു. യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. ശത്രുക്കളും മുസ്ലിമീങ്ങളും പോരാടി. അങ്ങനെ അവസാനം മുസ്ലിമീങ്ങൾ ഇവരൊക്കെ തകർത്തു. ശത്രുക്കളെ വളരെ നല്ല രീതിയിലുള്ള പോരാട്ടം അവർ പോരാടി. ശത്രുക്കൾ പേടിച്ച് തിരിച്ചോടാൻ തുടങ്ങി. എല്ലാവരും തിരിച്ചോടി. അങ്ങനെ വിജയം ഉറപ്പായി. എല്ലാവരും വിജയിച്ചു എന്ന് അവർ ധരിച്ചു, അല്ലെങ്കിൽ അവർ വിജയിച്ചു എന്ന് തന്നെ പറയാം. മുസ്ലിമീങ്ങൾ വിജയിച്ചു, സഹാബാക്കൾ വിജയിച്ചു. നമ്മൾക്കറിയാം യുദ്ധത്തിൽ ഒരു ശത്രുക്കൾ അവർ തോറ്റു കഴിഞ്ഞാൽ, തിരിച്ചു പോയാൽ അവരുടെ സമ്പത്തൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് സഹാബാക്കൾക്ക് അല്ലെങ്കിൽ യോദ്ധാക്കൾക്ക് അത് എടുക്കൽ ഹലാലാണ്. അവർക്കൊക്കെ അത് ഒരു ഡീറ്റെയിലായി പറയേണ്ട സംഭവമാണ്. ഞാനത് പറയാം, ചുരുക്കി പറയാം. അതൊക്കെ അവർക്ക് എടുക്കാം, ഹലാലാണ്. അവർക്ക് വീതം വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സ്വഹാബാക്കൾ ആ ഒരു തിരക്കിലാണ്. അതായത് സമ്പത്തുകൾ, അവരുടെ ഒട്ടകങ്ങൾ, അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒരുമിച്ച് കൂടാൻ അവർ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് നബി തങ്ങൾ പറഞ്ഞ ജബൽ റുമാത്തിലുള്ള ആൾക്കാർ വരെ ഇങ്ങോട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്തു. അവർ സന്തോഷത്തിൽ. അപ്പോൾ നല്ല മുഅ്മിനീങ്ങളായ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു, പോവരുത്, നബി തങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാരണവശാലും നിങ്ങളെ പോവരുത്. പക്ഷേ കുറേ ആൾക്കാർ അത് ചെവി കൊണ്ടില്ല. അവർ വന്നു. ഇത് ശത്രുക്കളായ ആൾക്കാർ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, കുറച്ച് ആൾക്കാർ ബാക്കിൽ പോയി ആ ജബൽ റുമാത്തിലുള്ള ഏകദേശം 10ഓളം ആൾക്കാർ മാത്രമാണ് ബാക്കിയുള്ളത്. അവരെ ആക്രമിച്ചു, അവരെ കൊന്നടുക്കി, അല്ലെങ്കിൽ അവരെ അവരോട് പോരാടി അവരെ തോൽപ്പിച്ച് മുസ്ലിമീങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാക്കിലൂടെ പോയി. കാരണം ആഘോഷിക്കുമ്പോൾ അവരുടെ യുദ്ധസന്നാഹങ്ങളൊക്കെ അവർ താഴെ വെക്കും. അപ്പോൾ ഇപ്പോൾ അവർ ആർമഡല്ല, റെഡി ആയിട്ടില്ല യുദ്ധം ചെയ്യാൻ.
ആര്? മുസ്ലിമീങ്ങൾ. പക്ഷേ ഇപ്പോൾ ശത്രുക്കൾ ബാക്കിലൂടെ വന്ന് ഇവർ ആക്രമിക്കുന്നു. ഒരുപാട് ആൾക്കാർ ആക്രമിച്ചപ്പോൾ മുസ്ലിമീങ്ങൾക്ക് അമ്പരപ്പിലാണ്. അവർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ട ശത്രുക്കൾ അവർ മനസ്സിലാക്കി നമ്മുടെ ആൾക്കാർ, കുറേ ആൾക്കാർ ഈ മുസ്ലിമീങ്ങളെ തകർക്കുന്നുണ്ട്, രണ്ടാമതൊരു അവസരം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഭാഗത്തിലൂടെയും വന്ന്, രണ്ട് ഭാഗത്തിലൂടെയും വന്ന് മുസ്ലിമീങ്ങളെ തകർക്കുകയും വൻ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഏകദേശം 70ഓളം സ്വഹാബാക്കൾ ശുഹദാക്കളായിട്ടുണ്ട്, അന്ന് രക്തസാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട നമ്മളെ ഈ ഹംസ റളിയല്ലാഹു അൻഹു, അത് വലിയ ചരിത്രമാണ്. ഇവിടേക്ക് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ നീണ്ടുപോകും. നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയാണ്. നമ്മൾക്ക് നമ്മുടെ കണ്ണിൽ അറിയാണ്ട് വെള്ളം വന്നു പോകും ഈ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ. ഹംസ റളിയല്ലാഹുവിൻ്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ വരും, അല്ലെങ്കിൽ നമ്മൾ ചെറിയ പുസ്തകങ്ങളൊക്കെ കിട്ടും. അതുപോലെ മനസ്സിലാക്കുക. ഇസ്ലാമിക ചരിത്രം നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ ലെഗസിയുള്ള, അല്ലെങ്കിൽ വളരെ മനോഹരമായൊരു ചിത്രമാണ്. ഓരോ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ഓഡിയൻസ് പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, അതായത് നമ്മുടെ ഖൽബിലേക്ക് നമ്മൾക്ക് ഈമാന് ശരിക്കും ഇറങ്ങണമെങ്കിൽ നബി തങ്ങളുടെ ചരിത്രം വായിക്കുക, ഖുർആൻ ഒരുപാട് ഓതുക, പഠിക്കുക. എത്ര അമുസ്ലിമീങ്ങളാണ് ഇസ്ലാമിലേക്ക് വരുന്നത്? അങ്ങനെ ഏതെങ്കിലും ഒരു മതമുണ്ടോ? നമ്മളൊക്കെ പറയാൻ പറ്റുമോ? ഈ ഹലീസ് മീഡിയ അല്ലെങ്കിൽ ടുവേർഡ്സ് എറ്റേണിറ്റി എന്ന് പറയുന്ന ചാനലുകളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര മുസ്ലിമീങ്ങളാണ്, എത്ര അമുസ്ലിമീങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അവരെ മനസ്സിലാക്കുകയാണ്. ഓരോ ബാങ്കിൻ്റെ അർത്ഥങ്ങളും ചിന്തിച്ച്, ഓരോ ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അത് വലിയൊരു ഒരു ഹിദായത്താണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു നമ്മൾക്ക് ഇസ്തിഖാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഉഹദ് യുദ്ധം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ ശത്രുക്കൾ ഇവരെ ആക്രമിച്ചു. അങ്ങനെ ഒരുപാട് നല്ലോണം ആക്രമണം നടത്തിയ ശേഷം നല്ല പരിക്ക് സ്വഹാബാക്കൾ സംഭവിച്ചു. അങ്ങനെ അവർ തിരിച്ചുപോയി. അബൂ സുഫിയാനാണ് അവരുടെ നേതാവ്. അബൂ സുഫിയാൻ പിന്നീടാണ് മുസ്ലിമായത്. ഈ യുദ്ധം നടക്കുമ്പോൾ അമുസ്ലിമാണ്. അങ്ങനെ അവരുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവർ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു, എന്തുകൊണ്ട് നമ്മൾ തിരിച്ചുപോയി മുസ്ലിമീങ്ങളെ ഒന്നടങ്കം നമ്മൾ ഒന്നുകൂടി അവരെ ചതച്ചറച്ചാലോ, അല്ലെങ്കിൽ അവരെ ഒന്നുകൂടി നശിപ്പിച്ചാലോ, തിരിച്ചു വരാത്ത രീതിയിൽ. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഓക്കെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർ സമ്മതിക്കുകയും അവർ വീണ്ടും വളരെ ആർമഡായിട്ട് വളരെ സന്നാഹങ്ങളോടുകൂടി അവർ തിരിച്ചു വന്നു. തിരിച്ചു വരാൻ അവർ ശ്രമിച്ചു, തിരിച്ചു വരികയാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നബി തങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ, നബി തങ്ങളുടെ യോദ്ധാവാണ്, അതാണ് അവിടെ നബി തങ്ങളൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ്, ഒരു പ്ലാൻ. നബി തങ്ങൾ പറഞ്ഞു, ഇന്നലെ യുദ്ധം ചെയ്യാൻ വന്ന സ്വഹാബാക്കൾ മാത്രം, കാരണം നബി തങ്ങൾക്കറിയാം അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവർക്ക് ഖൽബിൽ ഈമാനുണ്ട്. അവർ മാത്രം പരിക്കുണ്ട്, വൂണ്ടുകളൊക്കെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, രോഗങ്ങളുണ്ട്, അവർ മാത്രം വന്നാൽ മതി എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇത് ഇവർ അങ്ങോട്ട് ആക്രമിക്കാൻ പോവുകയാണ് നബി തങ്ങൾ. അപ്പോൾ അബൂ സുഫിയാനും കൂട്ടർ വിചാരിച്ചു, നബി തങ്ങളും സ്വഹാബാക്കളും ഇവർ വളരെ റെഡിയായിട്ട് പുതിയ ആർമികളൊക്കെ വെച്ച് വന്നതാണ്. അപ്പോൾ അവർ പേടിച്ചുകൊണ്ട് അവർ പിൻവലിയുകയും ചെയ്തു. അതാണ് ഉഹദ് യുദ്ധം. വളരെ മനോഹരമായ ഖുർആനിൽ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ യസ്തബ്ശിറൂന ബിനിഅ്മതിൻ മിനല്ലാഹി വഫദ്ലിൻ വഅന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഅ്മിനീൻ الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم. വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ റമളാനിൽ ഖുർആൻ ഓതുമ്പോൾ നമ്മളത് പ്രാവർത്തികമാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഇവിടെ പറയുന്നുണ്ടല്ലോ, അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ ഇസ്തിജാബ, അവർ മറുപടി നൽകി. നിങ്ങൾ യുദ്ധത്തിന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു സാഹചര്യത്തിൽ പോലും രോഗികളാണ്, അവർ പരിക്കേറ്റവരാണ്, എന്നിട്ടും അവർ സമ്മതിക്കുകയും യുദ്ധത്തിന് പോവുകയും ചെയ്തു.
അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ വളരെ പരിചിതമായ ഒരു ആയത്താണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ശരീരവും എന്താ പറയുക, മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. അവരാസ്വദിക്കും, മരണത്തെ ആസ്വദിക്കും. മരണം നമുക്ക് വരാനുണ്ട്. അത് വലിയൊരു ഉപദേശമാണ്. നമ്മൾ നന്നാവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യം മതി. നമ്മൾ മരണത്തെ ഒരു ദിവസം ഒരു തവണ ഓർത്താൽ മതി. ഞാൻ നാളെ സുബഹിക്ക് ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എന്താണ്, അഥവാ ഞാൻ നാളെ രാവിലെ ആകുമ്പോൾ ഞാൻ മരണപ്പെട്ടാൽ എന്ത് സംഭവിക്കും? എൻ്റെ ചാപ്റ്റർ എവിടെ ക്ലോസാണ്, എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കങ്ങോട്ടൊരു നന്മ ചെയ്യാനും അവസരമില്ല, തിന്മ ചെയ്യാൻ അവസരമില്ല, എൻ്റെ ചാപ്റ്റർ എവിടെ ക്ലോസാണ്, തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മരണത്തെ നമ്മൾ ഓർക്കുകയും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ മരണം എന്ന് പറയുന്നത് പിന്നെ യുദ്ധത്തിൽ മരിക്കുന്നതും മരണമാണ്, രോഗം വന്ന് മരിക്കുന്നത് മരണമാണ്, അങ്ങനെ ആക്സിഡൻറ്റിൽ മരിക്കുന്നതൊക്കെ മരണമാണ്. അപ്പോൾ മരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, മരണം സംഭവിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങളുടെ നന്മകൾക്കുള്ള അതിനുള്ള പ്രതിഫലം അത് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് കാണും. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കത് കാണുന്നത് ഖിയാമത്ത് നാളിലാണ്, അന്ത്യദിനത്തിലാണ്. അപ്പോൾ നമ്മൾക്ക് നന്മ ചെയ്താൽ അവിടെ കൂലി കിട്ടും, തിന്മ ചെയ്താൽ അവിടെ കുറ്റം കിട്ടും. അതാണ് അവിടെ പറയുന്നത്. അതിനുശേഷം വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ആ ആയത്ത് ഈ ആയത്ത്, അതായത് വലില്ലാഹി മുൽക്കു സമാവാതി അങ്ങനെ തുടർന്ന് പിന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാരിൽ ആയാത്തിൽ ഉലിൽ അൽബാബ്, അവിടെ തുടർന്നുള്ള ആ ആയത്തുകൾ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദ് സമയത്ത് ഇപ്പം തന്നെ സമയമായിട്ടുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. തഹജ്ജുദ് സമയത്ത് നബിതങ്ങൾ എഴുന്നേൽക്കുകയും ആകാശത്തിലേക്ക് നോക്കി ഇതിങ്ങനെ ഓതുകയും ചെയ്തിരുന്നു. അപ്പം നമ്മൾക്കും അത് പ്രാക്ടീസ് ചെയ്യാം. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി, അങ്ങനെ ആയത്തുകൾ എന്ത് ചെയ്ത് നമ്മൾക്ക് പിന്നെ ആയത്ത് നമ്മൾ ഓതുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യാം. അതിൽ പറയുന്നത് എന്താണ്, ഈ ആകാശങ്ങളെ പറ്റിയും പിന്നെന്താ പറയുക, അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിപ്പിനെ പറ്റിയും ഭൂമിയെ പറ്റിയും രാത്രിയും പകലുകളും എങ്ങനെയാണത് മാറുന്നത് അതിനെപ്പറ്റിയും ഇതൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ചിന്തിക്കുന്നവർക്ക് വലിയ പാഠങ്ങളുണ്ട്, ചിന്തിക്കാനുള്ള കാര്യങ്ങളാണത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സാന്ദർഭികമായി ഞാനൊരു കാര്യം പറയാം. നമ്മൾ തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത് അത് നമുക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമാണ്. ദുനിയാവിലുള്ള വലിയൊരു അനുഗ്രഹമാണ് തഹജ്ജുദ് നിസ്കാരം. കാരണം ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് നമ്മളൊന്ന് മനസ്സിലാക്കി നോക്ക്. എല്ലാവരും സമയത്തും നമ്മുടെ കൂടെ വേറെ ആൾക്കാരുണ്ടാവും, പക്ഷെ തഹജ്ജുദ് സമയത്ത് നമ്മുടെ അള്ളാഹു മാത്രമാണ്. വളരെ നല്ലൊരു നിസ്കരിക്കാൻ പറ്റിയ, അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. അപ്പോൾ ഇന്ന് നമ്മൾ ടെക്നോളജിയുടെ ലോകമാണ്. അവരുടെ സമയത്ത് എന്തായാലും ആരും മെസ്സേജ് ഒന്നും ചെയ്യില്ലല്ലോ. നമുക്ക് വാട്സപ്പ് നോക്കാനും സ്നാപ്പ് നോക്കാനും ഇൻസ്റ്റഗ്രാം നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും എന്നൊക്കെ ആ സമയത്ത് ആരും ഒന്നും ഉണ്ടാവില്ല. ഒരു 4 മണി അല്ലെങ്കിൽ 3:30 മണി ഒക്കെ ആ ഒരു സമയത്ത് നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സഹോദരന്മാർ അവർ ഒരു കൂട്ടമായി ഒരു ഗ്രൂപ്പായി തഹജ്ജുദ് ഗ്രൂപ്പ്, തഹജ്ജുദ് വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ മുന്നിൽ ക്രിയേറ്റ് ചെയ്ത് ആ സമയത്ത് ഒന്ന് അലാം ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഓർമ്മപ്പെടുത്തി. എന്തൊരു മനോഹരമാണ്. നന്മയിൽ ഒരുമിച്ച് കൂടിയവർ, നന്മയിൽ നമ്മൾക്കറിയാം ഈ അർശിൻ്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിൽ അവിടെ പറയുന്നിടത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്താണ്, നന്മയുടെ സഹോദരന്മാർ, നന്മയിൽ ഒരുമിച്ച് കൂടിയവർ, തിന്മയിൽ പിരിഞ്ഞവർ. ഒരാണ് തിന്മ കണ്ടാൽ അവർ പിരിയുന്നവർ, നന്മ കണ്ടാൽ അവർ ഒരുമിച്ച് കൂടുന്നവർ. അങ്ങനെ നമ്മൾ തഹജ്ജുദിൻ്റെ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്തുക. ആ തഹജ്ജുദ് സമയം 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത്, നമുക്കറിയാം ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന വലിയൊരവസരമാണത്, നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ആ ഒരു സമയത്ത് തന്നെ, ആ തഹജ്ജുദിൻ്റെ സമയത്ത് നമ്മുടെ ഇഖ്വാനുകൾക്ക്, നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരന്മാർക്ക്, നിങ്ങൾക്കറിയാം ഗസയിൽ അവർ പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ. യാ അല്ലാഹ്, എന്താണ് പറയുന്നത്? ഓരോ ചിത്രങ്ങളും വീഡിയോസുകളൊക്കെ കാണുമ്പോൾ
വിഷമം തോന്നുകയാണ്. എന്തൊരു സാഹചര്യമാണ്. അള്ളാഹുവേ നീ അവർക്ക് വിജയം നൽകണേ അല്ലാ, ശാന്തി കൊടുക്കണേ തമ്പുരാനെ, അള്ളാഹുവേ നീ രക്ഷ കൊടുക്കണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം അവിടെ നമ്മളെ ക്ഷമിക്കാനും തഖ്വയോടെ ജീവിക്കാനും അവർക്കാണ് ഏറ്റവും വലിയ വിജയം. ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് പറയുന്ന 200 ലാസ്റ്റത്തെ ആയത്ത്, ഈ സൂറയിലെ ലാസ്റ്റത്തെ, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നമ്മൾ ക്ഷമിക്കണം. അവിടെ ഇസ്ബിറു വസാബിറു നമുക്ക് മുതഅല്ലിമീങ്ങളായ ആൾക്കാർക്ക് അറിയാം. ഇസ്ബിറു സാബിർ രണ്ട് അർത്ഥം വ്യത്യാസമുണ്ട്. ഇസ്ബിറു എന്ന് വെച്ചാൽ ക്ഷമിക്കുക എന്നാണ് അർത്ഥം. സ്വാബിറു എന്ന് വെച്ചാൽ അതൊരു ക്ഷമ, വേറെ ക്ഷമയാണ്. അതായത് നമ്മൾക്കൊരാൾ അവിടെ 2 ആൾ അഥവാ അതിനൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടാവും. അതായത് എനിക്കിപ്പോൾ വേറെ ഒരാളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ ക്ഷമിക്കൂ എന്നുള്ളതാണ് ക്ഷമ. അങ്ങനെ അതേപോലെ നമ്മുടെ ബൗണ്ടറിയൊക്കെ സൂക്ഷിച്ച് വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്? അള്ളാഹു പറഞ്ഞ കാര്യത്തെ അനുസരിക്കുക, അള്ളാഹു ചെയ്യരുത് എന്ന കാര്യത്തെ നിങ്ങൾ നിഷേധിക്കുക. അതാണ് തഖ്വ. തഖ്വ എന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞ കാര്യത്തെ നമ്മളത് അപ്പടി അനുസരിക്കുക, ചെയ്യരുത് എന്ന കാര്യത്തെ നിരോധിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് ശാശ്വത വിജയമാണ്. അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം പിന്നെ ഞാനത് വളരെ ഡീറ്റെയിലായി പറയേണ്ട ഒരു സംഭവമാണ് നമ്മുടെ അനന്തരാവകാശത്തെ പറ്റിയിട്ട്, ഇൻഹെറിറ്റൻസിനെ പറ്റിയിട്ട്. അത് അടുത്ത സൂറയിലാണ് അവിടെ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറ നിസാ. എന്തിനാണ് ഈ സൂറ നിസാ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് അവർക്കുള്ള അവകാശങ്ങൾ, അവർക്കുള്ള പിന്നെ കാര്യങ്ങൾ, അതൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാണ് സൂറ നിസാ എന്ന് പറയുന്നത്. സൂറ ത്വലാഖ് മറ്റൊരു സൂറയുണ്ട്, അവിടെയും ഈ കാര്യങ്ങളൊക്കെ ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ ഏതായാലും നമ്മൾ ചുരുക്കി പറയാം. അവിടെ അനന്തരാവകാശത്തെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിലായി തന്നെ പറയുന്നുണ്ട്. അത് പിന്നെ ഏതായാലും എന്താ പറയുക, ഈ 11-ാമത്തെ ആയത്ത്, യൂസീക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈൻ ഫലഹുന്ന സുലുസാ മാ തറക്. അങ്ങനെ ആ തുടർന്നുള്ള നീണ്ട ആയത്താണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് അനന്തരാവകാശം ഈ എന്താ പറയുക, പിന്നെ ഇയാൾക്ക് എത്ര അവകാശമാണ്, പിന്നെ സഹോദരന് എത്ര അവകാശമാണ്, സഹോദരന് എത്ര അവകാശമാണ്, അങ്ങനെ ആ തുടർത്തുള്ള കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്കൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്ന ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്വവർഗരതി, അതിനെ പറ്റിയിട്ട് അത് വളരെ മോശമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഖുർആനിൽ. അതിനുശേഷം 16, 17, 18 ആയത്ത് അവിടെ എന്താണ്, വലൈസത്ത് തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദുഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. തൗബയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. 16-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കുക, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. തൗബ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു തിന്മ സംഭവിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അയാളത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. തൗബയുടെ ഷറത്തൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഒരു തിന്മ ചെയ്താൽ അത് നമ്മൾ പെട്ടെന്ന് തൗബ ചെയ്യുക, പിന്നെ എന്നിട്ട് ഇത് ഒരിക്കലും ഞാൻ ഇത് ചെയ്യില്ല മനസ്സിൽ ഡിറ്റർമൈൻ ചെയ്യുക. ഡിസിഷൻ ഡിറ്റർമൈൻ 2 വ്യത്യാസമുണ്ട്, അറിയാം. തീരുമാനം എടുക്കുക, ഉറച്ച തീരുമാനം എടുക്കുക, അത് നമ്മൾ എടുക്കുക, പിന്നെ ഒരിക്കലും മടങ്ങൂല എന്ന് നമ്മൾ തീരുമാനിക്കുക. അതൊക്കെയാണ് തൗബ. അതല്ലാണ്ട് ഞാൻ ഒരു തിന്മ ചെയ്യുന്നു, ഞാനത് അള്ളാഹുലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ്, കുറച്ച് പിന്നെ ദിവസം കഴിഞ്ഞ് പിന്നീട് ആ തിന്മയിലേക്ക് മടങ്ങുന്നു, പിന്നീട് തൗബ ചെയ്യുന്നു. അങ്ങനെയല്ല, ഒരു ഉറച്ച തീരുമാനമെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡീൽ ചെയ്യണം. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം കല്യാണത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ മാരേജിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് ആരൊക്കെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന്, നമ്മുടെ ഉമ്മയെ അങ്ങനെ തുടർന്നിട്ടുള്ള ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും ഖവാത്തുക്കും അമ്മാത്തുക്കും ഖാലാത്തുക്കും ബനാത്തുൽ അഖി, അങ്ങനെ തുടർന്നിട്ടുള്ള നീണ്ട ആയത്ത് അതവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും സമയമായിട്ടുണ്ട്.
ഒരുപാട് വിഷയങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ നന്മയെ പിന്നെന്താണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതിന് നമ്മൾ കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ നന്മ പൂർത്തിയാകുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ മക്കയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ഈ എന്താ പറയുക, ബദർ യുദ്ധത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഈ ഉഹദ് യുദ്ധത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ജബൽ റുമാത്ത് അങ്ങനെ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. മരണത്തെ പറ്റിയിട്ടും പിന്നെ എന്താ പറയുക, ഈ അനന്തരാവകാശത്തെ പറ്റിയും നിക്കാഹിനെ പറ്റിയും മറ്റൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെറിയ രീതിയിൽ. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഇത് നമ്മൾ ഇവിടെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി നമ്മളത് ഉപയോഗപ്പെടുത്തുക, നമ്മളത് ഓർമ്മിക്കുക, ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കുക, അത് അറിയുന്നവർ. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ അമല അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും വിജയവും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.